ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിയാണ് ഗൈസ്. ഇത് 14 തരം നിറങ്ങളുള്ള ചെമ്പരത്തിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇത് ഓരോന്നും ഏത് കളറാണെന്ന് എനിക്ക് അറിയത്തില്ല, വിരിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉള്ളത് ദേ ഇങ്ങനത്തെ കളറാണ്. പിന്നെ റെഡ് ഇല്ലേന്ന്, ഒരു റെഡും ഉണ്ട്. ഈ 2 കളറേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒപ്പം ദേ ഇങ്ങനത്തെ കുറേ 14 നിറവും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇതില് നല്ല രസമുള്ള ഇതുണ്ട്. റോസാപ്പൂ പോലെ വിരിയുന്നില്ലേ, ഇപ്പൊ ചെമ്പരത്തിയാന്ന് പറയില്ല, റോസാപ്പൂ പോലെ വിരിയുന്ന ഒരു ചെമ്പരത്തി കൂടിയുണ്ട്. ഞങ്ങളപ്പോൾ കഴിഞ്ഞ ദിവസം ചേർത്തലേ പോയപ്പോൾ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. കൊണ്ട് വെച്ചെണ്ണം പറഞ്ഞു, അവിടെ ഇങ്ങനെ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്പരത്തിയിൽ റോസാപ്പൂ പോലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര അതിശയമായി പോയി. അതുകൊണ്ട് അവിടെ എല്ലാം എല്ലാ ദിവസവും വിരിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചിട്ടാണ് കുറച്ച്. അയ്യോ, അവിടെ മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, പലതരം നിറങ്ങളാണ്. അപ്പോൾ കൊതിയായിട്ട് ഞങ്ങളും കുറച്ച് കൊണ്ടുവന്നു. ഇതൊരു ഇലച്ചെടിയാണ്. ഇലച്ചെടി ഞാൻ വേണമെന്ന് പറിച്ചു വെച്ചിട്ടില്ല, അപ്പോൾ വെക്കാം നമുക്കിന്ന്. അപ്പോൾ നമ്മൾ ചെറിയ ഇങ്ങനത്തെ എന്താ മെയിനിൽ പറയുന്നത്, ചെറിയ ഗ്രോ ബാഗ്, ഒരു കവർ, ചെറിയ കവർ നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വെക്കാം. ഇതെന്തൊക്കെയാണ് മിക്സ്? മണ്ണുണ്ട്, എല്ലുപൊടിയുണ്ട്, ഇല്ലേ? മണ്ണുണ്ട്, എല്ലുപൊടി ഉണ്ട്, വേപ്പമില്ലാത്തില്ലെന്ന് ഇട്ടിട്ടുണ്ട്. അത്ര ഉണ്ടല്ലേ. ഇത് ചാണകമുണ്ട് അല്ലേ, ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ വെച്ചിട്ടുണ്ട്. അതിന് ഓരോന്നായിട്ട് കുത്താല്ലേ അമ്മ, ഇതിന് പിന്നെ മറക്കും അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് അതിന് ഒന്നുകൂടി നമുക്ക് മറക്കാം. ഞാൻ മിക്സ് ചെയ്യാം. അത് കുഴപ്പമില്ലോ, മിക്സ് ചെയ്യണമെന്നൊന്നും കുഴപ്പമില്ല. ഞാൻ മിക്സ് ചെയ്ത് തന്നോളാം. ഞാൻ ഇനിയിപ്പോൾ ചെയ്തത് ഞാനായത് കാരണം ചെയ്തോട്ടെ. ഇനി 14 ഇത് മതിയാവുമോ എന്ന് സംശയം, അത് കാരണം വെച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ വരാം. നമുക്കിൽ ഇങ്ങനത്തെ കവറുണ്ടല്ലേ, ഇത് നമ്മൾ മേടിച്ചായിരുന്നു. ഇതുണ്ട്, ഇങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പൊ നമ്മള് 1 കിലോയ്ക്ക് 200. നമ്മളിപ്പോ 130 രൂപയുടെ കവറായിരുന്നു. നമ്മള് 1 കിലോ കവറിന്, ഇത് തൂക്കല്ലേ അമ്മ, തൂക്കത്തിനനുസരിച്ചായിട്ട് ഒരു വില പറയുന്നത്. 1 കിലോ കവറിന് 200 രൂപ. അപ്പൊ 150 ഗ്രാം 30 രൂപ. അപ്പൊ 200 കിലോ 2 കിലോ ഇതിന് 400 രൂപ. അപ്പൊ അങ്ങനെ നമ്മൾ 150 അല്ല 150 ഗ്രാം ആണ് മേടിച്ചത്. അപ്പൊ 30 രൂപയുടെ കവറാട്ടോ ഈ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി മണ്ണ്, അത് 25 അല്ല 10-25 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് മണ്ണിറക്കാം. കൃഷിക്കാരൻ തന്നെ ഐശ്വര്യമായിട്ട് നിറച്ചോളൂ. ഐശ്വര്യമായിട്ട് നടക്കാനായിട്ട് അച്ഛനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതല്ലേ, ഞാനും പിടിച്ചു കൊടുക്കുന്നു. ഇതിനകത്ത് മണ്ണുണ്ട്, ചാണാപ്പൊടിയുണ്ട്, വേപ്പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട് കേട്ടോ. ഇത്രയും പോരെ? നമ്മളങ്ങ വെക്കുവാണ്. വേര് പിടിച്ചിട്ടൊക്കെ മതി കേട്ടോ ശരിക്കും വളം. പക്ഷെ നമ്മളങ്ങ വെക്കട്ടെ നോർത്ത്, വേര് പിടിക്കട്ടെ നോർത്ത്. ചിലപ്പോൾ കാര്യം പറയാമോ, എല്ലുപൊടി വേപ്പിണ്ണാക്കൊക്കെ എല്ലുപൊടി വേപ്പിണ്ണാക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഇതിന്റെ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. പിടിക്കാനോ? വെള്ളം അധികം ഒഴിക്കരുത്, വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് കുടിക്കാനുള്ള അത്രയും വെള്ളം മതി. നല്ല കവറാട്ടോ, അല്ലേ അമ്മ? കുറെ നാളെ നിൽക്കും. പിന്നെ അതുപോലെ ഇതിൽ തുള ഇട്ടിട്ടുള്ള കാരണം അല്ല, തൈ പിടിപ്പിക്കണമെങ്കിൽ മാറ്റിയാൽ മതി. അതൊന്ന് വേര് പിടിക്കണവരെ നമ്മൾ വെറുതെ ചെറിയ സാധനങ്ങൾ ചട്ടി വെച്ചിട്ട്, ആ ചട്ടി ഇപ്പൊ ഇതാക്കും. ആ ചട്ടിയിൽ അന്നേരം ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ വെക്കാമല്ലോ. അപ്പൊ അത് ഇതാക്കാം. ഞങ്ങള് ചെയ്യണം എന്നാ ഒന്ന് മണത്ത് നോക്കാൻ വേണ്ടിട്ട് സ്നോക്കൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എന്നാ ചെയ്താലും കൂടത്തി ഉണ്ടാവും കേട്ടോ. എല്ലുപൊടിയുടെ മണം അടിച്ചിട്ടാണോ എന്ന് എന്റെ ഡൗട്ട്. ഇതിന് ഗ്യാപ്പൊന്നും ഇല്ല.
അതെന്താ ഇതാണ് കത്രിയെടുത്ത് കട്ട് ചെയ്യണം. വേറെ ഇതിങ്ങനെ പിടിക്കാൻ നിവർത്ത കവർ റെഡി ആയിട്ട് നല്ല കവർ 14 കവർ വേണം. ഇത് കണ്ടില്ലേ, ഈ ചെമ്പരത്തി കാണാൻ നല്ല രസമില്ലേ? ഇങ്ങനത്തെ ഇങ്ങനത്തെ തന്നെയാണ്, കുഞ്ഞായത് കാരണമായിരിക്കും അല്ലേ? ഇത് അങ്ങനത്തെ ഇലയാണ്, ഒരു ഡിസൈൻ ഇലയാണ്. അപ്പൊ ഇത് ഇത്രയും ചെറിയ കോലാണ് നമ്മൾ കുത്തേണ്ടത്. ഇത് കണ്ടോ, കമ്പാണ് കുത്തേണ്ടത്. ഞാൻ പൊട്ടക്കാട്ട കമ്പൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ ആ കൈയിന്റെ വണ്ണമുള്ള കമ്പൊക്കെ കൊണ്ടുവരും. കുത്തും, അത് വേര് പിടിക്കത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനെ സൈഡ് വെട്ടിയിട്ട് വേണം മൊത്തം വെട്ടണ്ട, തന്നെ ആഹാരം ഉണ്ടാക്കണം. ആദ്യം പിടിച്ചിട്ടല്ലേ ആഹാരം. അങ്ങനെ പിടിക്കട്ടെ. ഇലയും കൂടി വെട്ടിക്കളയാട്ടെ, ഭംഗിയുള്ള ഇല വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് ഇതിനെ മൊട്ടച്ചി ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ വെക്കാം അല്ലേ? നമുക്ക് കിളുക്കണേന്നൊക്കെ പറഞ്ഞു കിട്ടും. നന്നായി കിളുത്ത് വേണം. ആ കിളുത്ത് വരും. പിന്നെ അടുത്തതാ ഇതല്ലേ അതിനകത്തുണ്ട്. ഗൈസ് നമ്മള് കൊണ്ടുവന്നിട്ടൊരു 3 ദിവസത്തോളം ആയിട്ടുണ്ട്. നമ്മളിത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആയി. നമ്മള് വെക്കാൻ സമയം കിട്ടിയില്ല. അത് വല്ലാണ്ട് ഇവിടെ ഈ കവറും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ഈ കവർ സൈഡ് വെട്ടിയത്. ഇന്നലെയാണ് ഇതിന്റെ ഈ കവറൊക്കെ നമ്മൾ മേടിച്ചത്. ഇത് വെട്ടിട്ടുണ്ട്, കവറൊക്കെ മേടിച്ചത്. അത് കാരണമാണ് നമ്മൾ ഇന്നാട്ട വെക്കുന്നത്. ഇത് ചുമ്മാ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. പെങ്കൊച്ചായതിന്റെ രീതിയിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ ആയി തുടങ്ങുന്നുണ്ട് വീട്ടിൽ. അത് കണ്ടോ, നമ്മള് ബോൾസ് അവിടെ വെച്ചല്ലേ അമ്മ? ഇന്ന് രാവിലെ നോക്കിയായിരുന്നു. ഞാനിത് വെച്ച് കണ്ട് കാണിക്കാവേ. ഇത് ഓരോന്നിങ്ങനെ, അത് ബാക്കി ഞാൻ വെച്ചോളാം, പിന്നെ വെച്ചോളാം. അന്നേ ബാ, നമുക്ക് കാണാം. അമ്മ വെച്ചോളും. ഇത് കണ്ടത്, ഇതൊക്കെ വെക്കാൻ കിടക്കണയാണ്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. വെറൈറ്റി ചെടിയല്ലേ, ഇതുപോലത്തെ പല പല കളറായി പല അവിടെ നിൽക്കണുണ്ട് പല സാധനങ്ങളായി. ഇതൊക്കെ സംഭവം ഇതൊക്കെ നമ്മുടെ മയിൽപ്പീലി ചെടി എന്നൊക്കെ പറയുമല്ലേ അമ്മ? നിങ്ങൾ ഷോപ്പ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് മയിൽപ്പീലി ചെടിയാണ്. പണ്ട് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇത് വേറെ അടുത്തുനിന്ന് ഒടിച്ചോണ്ട് വന്നെയാണ്. ചോദിച്ചില്ല കേട്ടോ, ഒടിച്ചോണ്ട് വന്നെയാണ്. റോട്ടിൽ കട്ട് പറിച്ചു എന്നൊക്കെ. അത് കുഴപ്പമില്ല, നമ്മൾ കുറച്ചല്ലേ പറിച്ചെടുക്കുന്നു. പറയണോ? കണ്ടേ, ഞാൻ പിന്നെ പറഞ്ഞത്. ഞങ്ങൾ ചെമ്പരത്തി വെക്കുവാണ് ശോഭു. നമ്മുടെ ബോൾസ് ഇതെന്തോ ഇതിന്റെ കളർ മാറിയതാണ്. അപ്പൊ അതിന്റെ തൈ ആണ് ഈ ചോട്ടി നിൽക്കുന്നത്. അതെല്ലാം പറിച്ച് അമ്മ ഇങ്ങനെ ഒരു സെറ്റപ്പിന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വളർന്നു വരുമ്പോഴത്തേക്ക് നല്ലോണം ഇങ്ങനെ പൊന്തി വരുമ്പോ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പൊ അതേ നമ്മുടെ റോസൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞപ്പോ പുതിയ കിളുന്ത് തൈ വരുന്നുണ്ട്. അങ്ങനെ വരട്ടെ അവൻ. അപ്പൊ ഇതെന്താന്നറിയാമോ? ഇത് നമ്മുടെ മുല്ലയാണ്. മുല്ല നമ്മൾ വെച്ചിട്ട് ചെവിയിൽ പ്രാണി കയറുന്നു. മുല്ല വെച്ചിട്ട് നമ്മൾ വെട്ടിയിട്ട് ഇങ്ങനെ ചെടിയെല്ലാം ഇതായിട്ട് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് നേരെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ അതും ഞങ്ങൾ പുപ്പാമ്മയുടെ ഇവിടെ നമ്മൾ പാമ്പ് കാരണം ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇതിപ്പോ കുറെ പ്രാവശ്യം. ഇത് നമ്മള് പുപ്പാമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന തന്നെ ഒരു ചെടിയാണ്. നല്ല രസമില്ല അങ്ങനെ. പ്രത്യേകിച്ച് പൂ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടത് പാമ്പല്ല, അതൊരു പാമ്പ് തന്നെ. പക്ഷെ മഞ്ഞച്ചേരിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് മാറ്റിയതാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോന്ന് നമുക്കറിയില്ല. വെറൈറ്റി പാമ്പുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഞാൻ സൂപ്പർ കാണിക്കാൻ നമ്മൾ ഇതുകൂടി കാണിച്ചിട്ട്. ഇത് നമ്മൾ ഇവിടെ വാടാമല്ലി നമ്മുടെ അവിടെ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനൊക്കെ പറിച്ച് അമ്മ ഇന്നുകൊണ്ട് ഇവിടെ വെച്ചു. അപ്പൊ ഇവിടെ പൂണ്ടാകുമ്പോ നന്നാവും. അപ്പൊ സൂപ്പർ കണ്ടത് നമ്മുടെ വീട് ഭയങ്കര രസമാണ് ഈ കാണുന്നത്. പുറത്തു നോക്കുന്ന രസമായിരിക്കും. ഇത് കണ്ടത് ഇതിലൂടെ കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. റോട്ടിൽ ഓടയുടെ പണി വരുകൊണ്ട് ഇവിടെയൊക്കെ ചെയ്യിക്കും. നമ്മുടെ പക്രുവിന്റെയും ബ്രൂണോന്റെയും ടോമിയുടെയും കാൽപ്പാടുകളാണ് സെറ്റാവണേ. ഇതാണ് ടാർ ചെയ്യാൻ വന്നപ്പോ അവര് കുറച്ചുകൊണ്ട് ഇട്ട് തന്നെയാണ്. നമ്മുടെ ചെടിയൊന്നും പോയിട്ടില്ല. ചെടിയുടെ ശാലം വെട്ടിക്കളഞ്ഞു കേട്ടോ, അവർക്ക് ചെയ്യാൻ പാടില്ലെങ്കിൽ. അപ്പൊ ഇനി നമ്മുടെ പൂവൊക്കെ വീഴുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. ഇനി അങ്ങോട്ടും ചെയ്യണം. അങ്ങോട്ട് ചെയ്തിട്ടില്ല, അങ്ങോട്ട് ചെയ്യണം. അത് തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹമ്പ് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഹമ്പുണ്ട്. കൊള്ളാല്ലേ?
നമ്മുടെ മെയിൻ പ്രശ്നം റോട്ടിൽ നിന്നുള്ള വെള്ളമെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി വരുമല്ലേ എന്നാ ഒഴുകി വരുമായിരുന്നു. അപ്പൊ നമ്മൾ അതിനും കൂടിയിട്ട് വേണ്ടിയാണ് ഒരു ഹമ്പ് വെച്ചേക്കുന്നത്. ആ പഞ്ചായത്തുകാർ വെച്ച് തന്നെയാണ്, നമ്മള് വെച്ചല്ല കേട്ടോ, അവര് വെച്ച് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഉപകാരമാണ്. ആരോ എന്തായാലും അമ്മ അതേ കഴിച്ച് എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ലാസ്റ്റത്തെ കുറച്ചും കൂടി ഇപ്പൊ സത്യം പറയാം, ഒരു പെങ്കൊച്ചുള്ളത് കാരണം വീട്ടില് ഇപ്പൊ ചെടികളായി അങ്ങനെയായി ഇങ്ങനെയായെന്ന് നിനക്ക് പേരുമായി പണി മുഴുവൻ ഞാനും ചെയ്യണത് അല്ലേ? ഡോണ്ടു അല്ലേ അണ്ണ? ഡോണ്ടു ആ കണ്ട ചേട്ടി പറഞ്ഞല്ല. ദേ ഇപ്പൊ അച്ഛ ഇവിടെ ഇത് ഒരുമാതിരി നനക്കണത് അച്ഛമ്മ നനക്കും, അച്ഛൻ നനക്കും, ഞാൻ നനക്കും, വല്ലപ്പോഴും താങ്കളൊന്നും ഒന്ന് നനക്കാറുള്ളൂ. അല്ല അതല്ല അമ്മ, എനിക്ക് അവിടെ ഷീറ്റൊക്കെ ഇട്ടാ ഷീറ്റൊക്കെ ഇട്ടിട്ടല്ല നനക്കേണ്ടത്. പാമ്പ് ഞങ്ങളെ കൊത്തു. ആ ചേട്ടായി നനക്കാറുണ്ട്. ചേട്ടി വല്ലപ്പോഴും ഞാൻ നനക്കണം, അത്രയും പോലെ പിന്നെ നനക്കാറില്ല. നിനക്ക് സമയമില്ല എന്നതിന്റെ പേരിൽ ഞങ്ങൾ കണ്ണടച്ച് തരുന്നതാണ്. ആ നമുക്കിത് വെക്കാം. ഇതൊന്ന് മുറിച്ച് കത്രിക ഞാൻ മുറിക്കും. ഒന്ന് മുളക് ചെമ്പരത്തിയാണ്. മുളക് അതിന് മുളക് ഉണ്ടാവോ? അല്ലല്ല, അത് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇങ്ങനെ മാല, മുളക് പോലത്തെ മാല ദേവിയുടെ കഴുത്ത് ഇടിയല്ലേ, ആ ചെമ്പരത്തി. അതല്ല, ഇത് ഇത് രണ്ടും എനിക്ക് പിടിപ്പിച്ചെടുക്കണം. അപ്പൊ വേറൊന്നും പിടിക്കണ്ട. അല്ല, ഇത് എനിക്ക് അത്യാവശ്യം. ഇത് രണ്ടും എല്ലാം പിടിക്കണം. ആന്റി പറഞ്ഞത് ഇത് രണ്ടും മുളക് ചെമ്പരത്തി. മുളക് എനിക്കതിന് പണ്ട് പോലെ നമ്മുടെ എന്റെ വീട്ടിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ മുളക് ചെമ്പരത്തി ഉണ്ടായിരുന്നു. ഇപ്പോഴൊരിടത്തും അങ്ങനെ ഇല്ല ഇത്. പക്ഷെ ഉണ്ട് കേട്ടോ, തൃപ്പൂണിത്തറ ഭാഗത്ത് നമ്മൾ ബസ്സിൽ പോകുമ്പോ മിക്ക വീട്ടിലും ഇങ്ങനെയുള്ള പഴയ സാധനങ്ങളുണ്ട്. ഇത് വേറെ വേറെ ചെമ്പരത്തിയാണോ? ചെമ്പരത്തിയാ, പക്ഷെ ഇത് മുളക് ചെമ്പരത്തിയാ. എല്ലാം ചെമ്പരത്തി തന്നെ മുളകാന്ന് അമ്പലത്തിൽ കൊടുക്കാം. അതില്ലേ ഭദ്രകാളിയുടെ കഴുത്തിൽ നല്ല ഒരു ചുവന്ന മാല കിടക്കിയല്ലേ, അരയങ്കാവിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഒരു ചുവന്ന മാല ഇങ്ങനെ കിടക്കണം, അതാണ് ഇലയൊക്കെ വെട്ടി കളയാം. നല്ല രസമുണ്ട്. ഞാൻ ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ചേക്കണം. ഹായ്, നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെമ്പരത്തികളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ നിങ്ങളെ പുപ്പാമ്മയുടെ വീട്ടിൽ പോകുമ്പോ ആ ചെമ്പരത്തി എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കുറെ വെറൈറ്റി ഉണ്ട്. രാവിലെ കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇത് അമ്പലത്തിൽ പോകും കേട്ടോ. അവിടുത്തെ ചെമ്പരത്തി എല്ലാം എന്ന് വെച്ചാൽ ചേർത്തലയിൽ ചെമ്പരത്തിപ്പൂ കൊടുക്കുമല്ലോ, അപ്പൊ കുറെ അവിടെ ഉണ്ടാവുമ്പോ എല്ലാം കൊണ്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ ചെമ്പരത്തി എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആരും മറ്റേ ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത ദിവസം തന്നെ നിങ്ങൾ അതൊന്നും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ബൈ.